നമ്മൾ ഈ ജാതകം വിശകലനം ചെയ്യുമ്പോൾ ഗ്രഹയോഗങ്ങൾ വളരെ പ്രധാനമാണെന്ന് പറഞ്ഞിരുന്നു. അതാണ് പലപ്പോഴും ഈ ജാതക വിശകലനം ചെയ്യുമ്പോൾ തെറ്റുന്നത്, ഈ ഗ്രഹയോഗങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഈ രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അതൊരു പുതിയ ഗ്രഹത്തെ പോലെയാണ് വർത്തിക്കുന്നത്. യോഗങ്ങളെ കുറിച്ച് നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ പറയുന്നത് ബുധനും രാഹുവും ചേർന്നാൽ എങ്ങനെയാണെന്നാണ്. ഇതിന് പേര് നല്ലതായതുകൊണ്ട് തന്നെ ഈ യോഗം വലിയ കുഴപ്പമില്ലാത്ത ഒരു യോഗമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചിലർക്ക് ഇത് വളരെ ദോഷമായിട്ട് വരുമ്പോൾ ചിലർക്ക് ഇത് വളരെ ഗുണമായിട്ട് വരും. ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക സ്ഥിതി അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലാണേ. ഇപ്പോൾ നമ്മൾ ഈ പ്രവചന വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമ്മൾ കാണുന്നില്ലേ, ആ രാഹുവിൻ്റെ ഇത് വരുമ്പോൾ ഈ കഴിഞ്ഞ പ്രവചനത്തിൽ ഇങ്ങനെ പറഞ്ഞതിൽ വലിയ കോൺട്രവേഴ്സീസ് ഒക്കെ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ, ഈ ബുധ രാഹു യോഗമല്ല, അത് ദൃഷ്ടി മാത്രമാണ്, അതും രാശി ദൃഷ്ടിയേ ഉള്ളൂ, എന്നിട്ട് പോലും അത്രയും ഇമ്പാക്റ്റ് ഉണ്ട്. അത്രയും വലിയൊരു യോഗമാണിത്. അപ്പോൾ ഈ ബുധരാഹു യോഗം ഉള്ളവർക്ക് ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെ അങ്ങനെയുള്ള വളരെ ചിലരാണെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെയധികം ഇത് കാണും. ചിലർക്കാണെങ്കിൽ പെട്ടെന്ന് വാക്കുകൾ കിട്ടാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയും വരും. ഇതെല്ലാം നമ്മൾ ബുധന്റെ കാരകത്വങ്ങൾ പഠിക്കണം, പിന്നെ രാഹുവിന്റെ കാരകത്വങ്ങൾ പഠിക്കണം, പിന്നെ ഏത് രാശിയിലാണ് ഇതുള്ളതെന്ന് നോക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആധിപത്യം, ഈ ഏത് ഭാവത്തിന്റെ അധിപനാണ് ബുധനെന്ന് നോക്കണം. രാഹുവിന് നമ്മൾ അങ്ങനെ പറയാറില്ല സാധാരണ. ബുധന് ഏത് ഭാവത്തിന്റെ ആധിപത്യമാണെന്ന് നോക്കണം. ദുസ്ഥാനങ്ങളുടെയൊക്കെ അധിപതിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഈ യോഗഫലങ്ങളിലും വരും. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏത് രാശിയിലാണ് നിൽക്കുന്നത്, ആ ഓരോ രാശിയിലും ഓരോരോരോരോ ജ്യോതിഷികൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഫലങ്ങൾ. അത് നമ്മളൊന്ന് വായിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് ഏത് ഭാവത്തിൽ നിന്നാൽ എന്ത് ഫലമാണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഒന്ന് വായിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഇതൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഒത്തിരി നാളാവും. അതുകൊണ്ടാണ് നല്ല ഇൻട്രസ്റ്റ് ഉള്ളവർ കുറച്ച് വായിക്കുകയും കൂടി വേണം. പിന്നെ എന്തെങ്കിലും വീഡിയോ ഇടുമ്പോൾ അതും കാണാൻ ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷന്റെ ഒരു ഗ്രഹമല്ലേ, അപ്പോൾ അത് സംസാരത്തിൽ അവർക്ക് ചിലരാണെങ്കിൽ വളരെ നല്ലതുപോലെ സംസാരിക്കും. നമുക്ക് എങ്ങനെയാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നതെന്ന് പോലും നമ്മൾ ചിന്തിച്ചു. അത്രയ്ക്ക് നല്ലോണം പെട്ടെന്ന് ചുട്ട മറുപടി കൊടുക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെയൊക്കെ ചെയ്യും. അതേസമയം ചിലർക്കാണെങ്കിൽ ആ കറക്റ്റ് സമയത്ത് ആ വാക്കുകൾ വരാതെ അവർ ബുദ്ധിമുട്ടുന്നതും കാണാം. ഇപ്പം ഇത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ ദൃഷ്ടികളില്ലേ, അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ബുധന് 7-ാം ഭാവത്തിലോട്ടേ ഉള്ളൂ ദൃഷ്ടി, പക്ഷെ രാഹുവിന് 5, 9 ഭാവങ്ങൾ കൂടി ദൃഷ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് നോക്കിക്കോണേ. അപ്പോൾ ബുധൻ നമ്മൾക്ക് സംസാരിക്കാനും എഴുതാനും ചിന്തിക്കാനും ഒക്കെ സഹായിക്കുന്ന ബുദ്ധിയുടെ ഒരു ഗ്രഹമാണ്. ബുധൻ എന്നുള്ള പേരിൽ നിന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ രാഹു എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത കണക്ക് പെരുമാറുന്ന ഒരു ഗ്രഹമാണ്, ഒരു ഛായാഗ്രഹമാണ്. എവിടെ നിന്നാലും നമ്മളപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രാഹു എവിടെ നിന്നാലും അവിടെ ഒരു നിഴൽ വീഴ്ത്തും. ആ ഗ്രഹത്തിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തിനൊരു നിഴൽ വീഴ്ത്തും. അതുപോലെ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിനൊരു നിഴൽ വീഴ്ത്തും, ആ രാശിയുടെ ഇതിന് ഒരു നിഴൽ വീഴ്ത്തും. പക്ഷേ ഈ രാഹുവിൻ്റെ കാര്യം പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഒരു എക്സ്പാൻഷൻ്റെ ഗ്രഹമാണ് രാഹു. അപ്പോൾ എന്തെങ്കിലും സാധാരണ എന്തെങ്കിലും തിന്മകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയായിരിക്കും കൂടുതലും എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അപ്പോൾ ഇവർ കൂട്ടുകെട്ടുമ്പോഴൊക്കെ വളരെയധികം സൂക്ഷിക്കണം. സ്വന്തം മാതാപിതാക്കളെ പോലും മനസ്സിലാക്കാനൊരു പ്രയാസപ്പെടുന്നതായിട്ട് കാണാം. ഇങ്ങനെ ജാതകമുള്ള കുറേ പേരുടെ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് അത് മാതാപിതാക്കൾ പോലും അവർക്കെതിരെ എന്തോ ചെയ്യുക ചിന്തയൊക്കെ ചിലപ്പോഴൊക്കെ അവർക്ക് വരും. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കുഞ്ഞുനാളിൽ തൊട്ടേ ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ പാകപ്പെടുത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാം. അങ്ങനെയാകുമ്പോൾ ഈ സോഫ്റ്റ്വെയർ അങ്ങനെയൊക്കെയുള്ള കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ളത്, അതുപോലെ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് അത് കണക്കിലൊക്കെ ഇപ്പോൾ ശകുന്തളാദേവിയുടെ പോലെ അങ്ങനെയൊക്കെ ആവാൻ കഴിയും. നമ്മളത് കഴിവ് വികസിപ്പിച്ചുകൊണ്ട് വരികയാണെങ്കിൽ. ചിലരാണെങ്കിൽ കണക്കിലൊന്നും കണക്ക് കൂട്ടാൻ പോലും അറിയാതെ കണക്കിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയാത്തവരും ആയിപ്പോവാം. അപ്പോൾ 2 തരത്തിൽ നമ്മൾ ചിന്തിക്കണം. ഇത് ചിലർക്ക് ഇത് പോസിറ്റീവ് ആകുമ്പോൾ ചിലർക്കിത് വളരെ നെഗറ്റീവാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ശംഖുമുഖം കടപ്പുറമാണ്. പിന്നെ അടുത്തത് കാണുന്നത് ഹൈദരാബാദുമാണ്. ബുദ്ധിയുടെ ഗ്രഹത്തിന്റെ ആ ബുദ്ധി ഇങ്ങനെ അങ്ങ് കൂട്ടത്തില്ലേ, അപ്പോൾ നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ വളരെ ഷാർപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. ബുദ്ധി വികസിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതൽ ബുദ്ധിമാനാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ആ വാക്കുകളിലൊക്കെ ഒരു പ്രത്യേക മാധുര്യം വന്നിട്ട് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എളുപ്പത്തിലെല്ലാം പഠിച്ചെടുക്കാം, അതിനുമുള്ള ചാൻസ് ഉണ്ട്. 5-ൽ കേതുവോ ശനിയോ ഒക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള അസംഷനൊന്നും നമ്മൾ കൊടുക്കരുത്. അപ്പോൾ മൊത്തം അങ്ങ് തെറ്റിപ്പോവുകയാണ്. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ.
ഇനി മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ ഇവർക്ക് കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിയുകയില്ല. മാനസികമായിട്ടും ആ ഒരു ഒന്നിനും ഒരു ക്ലാരിറ്റി കാണുകയില്ല. അത് നല്ല ഭാവങ്ങളിലല്ലെങ്കിൽ. നല്ല ഭാവങ്ങളിലാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫലങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ചാർട്ടിൽ നോക്കുമ്പോൾ ഇത് കാലവൃക്ഷ ചാർട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നോക്കുമ്പോൾ 3ൻ്റെയും 6ൻ്റെയും ഭാവാധിപതി 4ൽ ചെന്നു. അപ്പോൾ അത്ര നല്ല ഫലങ്ങളല്ല. ഇപ്പോൾ തന്നെ നമ്മൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും അത്ര നല്ല ഫലങ്ങളല്ല കിട്ടുക. ബുധൻ 3ൻ്റെയും 6ൻ്റെയും ഭാവാധിപതി 4 കർക്കിടകൻ രാശിയിൽ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ചില പോയിൻ്റൊക്കെ ഒരുപാട് പോയിന്റുകളില്ലേ, അതൊക്കെ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ജാതകമൊക്കെ നോക്കുമ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് നോക്കണം. എന്നിട്ട് വേണം ഒരു കൺക്ലൂഷനിൽ എത്താൻ. നല്ല പ്രാർത്ഥനകളിലൂടെ നമുക്ക് എത്ര വലിയ ദോഷങ്ങളുണ്ടെങ്കിലും കുറച്ചു കൊണ്ട് വന്നിട്ട് ഗുണങ്ങൾ കൂട്ടാനും കഴിയുമേ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊരു യോഗം കണ്ടു. അപ്പോൾ നമ്മൾ പരിഹാരങ്ങൾ കാണുന്നു, എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ബുധൻ നമുക്ക് അത്ര നല്ല ഗ്രഹമായിരിക്കില്ല. അപ്പോൾ അതിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരികയുള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ നല്ലോണം പഠിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു ജ്യോതിഷിയെ കണ്ട് വിശകലനം ചെയ്തേച്ച് ചെയ്യുക. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ കളർ തെറാപ്പി എന്ന് പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമേ. അത് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ യോഗം നല്ലതാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവർ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ, എല്ലാവരും പെട്ടെന്ന് അങ്ങ് ആകർഷിക്കപ്പെടും. എവിടെ ചെന്നാലും ഇവരെ ആയിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല ബുദ്ധിയായിരിക്കും, നല്ല കൂർമ്മ ബുദ്ധി എന്നൊക്കെ പറയത്തില്ല, അതുപോലെ. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കും. നല്ലോണം നല്ല ക്ലിയർ ആയിട്ടുള്ള വാക്കുകൾ ഇവർ പറയും. പെട്ടെന്ന് ഭാഷകൾ പഠിച്ചെടുക്കാനുള്ളൊരു വലിയ കഴിവ് ഇവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഭാഷകളിൽ വൈദഗ്ധ്യം കാണും. അതുപോലെ തന്നെ ഇവർ ആദ്യം ആ ഭാഷയിലെ ചീത്ത വാക്കുകളായിരിക്കും പഠിച്ചത്. ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ തന്നെത്താനൊരു സംശയം കാണും, അത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇങ്ങനെയൊരു സംശയവും കാണും. ടെക്നോളജിയിലൊക്കെ നല്ല എക്സ്പേർട്ട് ആയിരിക്കും ഇവർ. മീഡിയയിലായാലും ഒക്കെ ശോഭിക്കാനുള്ള ഒരു കഴിവുണ്ട്. മറ്റ് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ മുന്നേ അവർ പുതിയ ആശയങ്ങളൊക്കെ ചിന്തിക്കും. ഇവർക്ക് അതുപോലെ നല്ല ഷാർപ്പ് ബ്രെയിൻ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. ഏതിൻ്റെ ആയാലും ആഴത്തിൽ ഇറങ്ങിപ്പോകുന്ന അങ്ങനെ ഒരു ടെൻഡൻസി കാണും. അതുപോലെ ഇവർ ഏത് പുതിയ സാഹചര്യങ്ങളോടും പെട്ടെന്ന് ഇണങ്ങിപ്പോകുന്നവരായിരിക്കുമേ. അതുപോലെ നമ്മൾ അതിനൊക്കെ ഒരു കൺട്രോൾ വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് അത് നമ്മുടെ കൺട്രോൾ ഇല്ലാതായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചിലരാണെങ്കിൽ ചതിയൊക്കെ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവർക്ക് ആ ബുധ രാഹു യോഗത്തിന് നല്ല ഫലങ്ങൾ കിട്ടത്തില്ല. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള പാപബന്ധം അല്ലെങ്കിൽ നല്ല ബുധൻ്റെ ഭാവാധിപത്യം നല്ലതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ നമ്മൾ പറയുന്നതൊന്നും മറ്റുള്ളവർക്ക് അവർക്ക് മനസ്സിലാകാത്ത ഒരു സിറ്റുവേഷനും വരാമേ. നല്ല ബുദ്ധിയോടുകൂടി നല്ല തമാശയോടുകൂടിയൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ഇവർ. മാർക്കറ്റിംഗ് ഫീൽഡൊക്കെ വളരെയധികം വിജയിക്കും. അതുപോലെ മീഡിയയിൽ, പിന്നെ ടീച്ചിങ്ങിൽ, ഇങ്ങനെ ഈ സംസാരം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും അവർ നല്ലതുപോലെ വിജയിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് വലിപ്പിച്ചേച്ച് അങ്ങനെ ഒരു ടെൻഡൻസിയും ഇത് ബുധന് ബലമില്ലെങ്കിലാണ് സംഭവിക്കുക. ബലം ഉണ്ടെങ്കിൽ അങ്ങനെ നല്ലതായിട്ട് രീതിയിലേ അവർ സംസാരിക്കാറുള്ളൂ. മിക്കവരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെയോ ചെയ്യാനാണ് ഈ ലോകത്തിലോട്ട് വന്നത്. ഞാൻ ആരോ ആണ്, അല്ലെങ്കിൽ പിന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പുറമേ കാണിച്ചില്ലെങ്കിൽ പോലും ഇവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അതൊരു വലിയ പ്രോബ്ലമാണ് ഇവരുടെ. അതുപോലെ തന്നെയാണെങ്കിൽ ഇവർക്കൊന്നിലും ഒരു തൃപ്തി കാണത്തില്ല. എന്ത് കിട്ടിയാലും അതിലൊന്നും തൃപ്തിയില്ല. ഇത് ഏത് ഭാവത്തിലാണെന്നനുസരിച്ച് വ്യത്യാസം വരുവേ. ഇപ്പോൾ നമ്മുടെ ലഗ്നത്തിലൊക്കെ ആണെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ ബുദ്ധിയൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇമ്മ്യൂണിറ്റിയൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഈ ജോലി ചെയ്യുന്നിടത്തൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ഏത് ഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാലവൃക്ഷ ചാട്ടിൽ 6ാം ഭാവാധിപതിയല്ലേ ബുധൻ, അതുകൊണ്ട് രോഗാധിപതി എന്ന് പറയാം. അപ്പോൾ രാഹുവിൻ്റെ കൂടെ ഇത് നിൽക്കുമ്പോൾ നമുക്ക് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഒക്കെ എഴുതുന്നവരിലെ, പിന്നെ ഫിക്ഷൻ റൈറ്റേഴ്സ്, മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർ, പിന്നെ ഈ ഒരുപാട് ട്രാവൽ ഏജൻസി ഒക്കെ നടത്തുന്നവർ, ഒരുപാട് യാത്ര ചെയ്യുന്നവർ, പിന്നെ ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ, അവർക്കൊക്കെ ഈ യോഗം ചിലർക്ക് നല്ലതാണ്, ചിലർക്ക് അത്ര നല്ലതല്ല. പിന്നെ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ഉള്ളവർക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ യോഗം കാണുമ്പോഴേ ഞങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ഇതുണ്ടെന്ന് പറഞ്ഞ് എടുത്തു ചാടിയാൽ നമുക്ക് നഷ്ടങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്.
ഈ യോഗം മിഥുനത്തിലും കന്നിയിലും ഒക്കെ ആണെങ്കിൽ അത്ര വലിയ പ്രോബ്ലംസ് എങ്ങനെയായാലും ഉണ്ടാക്കത്തില്ല. 6-ാം ഭാവാധിപതിയായി പോലും 6-ാം ഭാവാധിപതി 6-ൽ നിൽക്കുന്നുള്ള ഗുണവും കിട്ടും. ഇവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരെ ഒക്കെ എന്തോ വലിയ പുണ്യ ജന്മം, അല്ലെങ്കിൽ എല്ലാവരെക്കാളും എനിക്ക് കൂടുതൽ അറിവുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. സോഷ്യൽ മീഡിയയിലൊക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരും, അതുപോലെ തന്നെയാണെങ്കിൽ സ്കാം ഒക്കെ ചെയ്യത്തില്ല, ഇങ്ങനെ ഹാക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും ഇതേ യോഗം തന്നെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചിലർക്കിത് നല്ല യോഗമായിട്ട് വർത്തിക്കുമ്പോൾ ചിലർക്കിത് അത്ര നല്ല യോഗമല്ല. ഓരോ ജാതകത്തിനനുസരിച്ച് ഇത് വ്യത്യാസമായിരിക്കും. തർക്കിക്കാനൊക്കെ വളരെയധികം സാമർഥ്യം കാണും. ഇവരെ തർക്കത്തിൽ ജയിക്കാനും നമുക്ക് ഇച്ചിരി പാടാണ്. പിന്നെ അതുപോലെയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ ആ ലക്ഷ്യം നിറവേറണമെന്ന് വലിയ ആഗ്രഹമായിരിക്കും. കൂടുതൽ പേര് വീട്ടിൽ നിന്ന് അകന്ന് താമസിക്കുന്നവരായിരിക്കും. പിന്നെ എന്തോ ഒരു സ്വസ്ഥത കുറവ്, മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും എപ്പോഴും എന്തോ ഒരു സ്വസ്ഥത കുറവ് കാണും. എൻ്റെ ജീവിതകാലം മുഴുവനും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് തൃപ്തി ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും. കൂടുതൽ പേരും വരവിൽ കവിഞ്ഞ് ചിലവഴിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് ആയിപ്പോവും. വരവിൽ കവിഞ്ഞായിരിക്കും ഇവരുടെ ചെലവ്. ചില സിനിമയൊക്കെ കണ്ടില്ലേ, നമുക്ക് മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും. അതുപോലെ ആയിരിക്കും ഇവരുടേതും. ആ ഒരു റൈറ്റിംഗ് ആയാലും അവരുടെ ആ കാര്യം പറച്ചിലായാലും ചില കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അവർ വേറൊരു രീതിയിലായിരിക്കും സംസാരിക്കുക. സംസാരം കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ ജോലികളൊക്കെ ചെയ്യിപ്പിക്കാൻ ഇവർക്ക് വളരെയധികം സാമർഥ്യമായിരിക്കും. മറ്റുള്ളവരെ അവരുടെ വരുതിക്ക് വരുത്താനും ഇവർക്ക് വളരെയധികം സാമർഥ്യമായിരിക്കും. നല്ല സ്മാർട്ടായിരിക്കും ഇവർ. ഇവർക്ക് സിനിമയിലൊക്കെ പ്രത്യേക താല്പര്യമായിരിക്കും. സിനിമയൊക്കെ എത്ര നേരം വേണമെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം കണ്ടു തന്നെ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഡ്രൈവിങ് മറ്റുള്ള കാര്യങ്ങളെല്ലാം എളുപ്പം പഠിച്ചെടുക്കുന്ന ഇവർക്ക് ഡ്രൈവിങ് ഇച്ചിരി പ്രയാസമായിരിക്കും. എന്നെങ്കിൽ പിന്നെ ഈ വലിയ വലിയ റേസസിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഈ യോഗം ഉണ്ടാകാം. അത് ഞാൻ പറഞ്ഞില്ലേ, അത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരാം. അതുപോലെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഇങ്ങനെ ഒരു മായാലോകത്ത് ജീവിക്കുന്നത് പോലെ തോന്നും നമുക്ക്. ഒരു കൺഫ്യൂഷൻ, പിന്നെ ആണെങ്കിൽ എന്തെങ്കിലും നേഴ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസോർഡർ വരാൻ ചിലർക്ക്, എല്ലാവർക്കും അല്ലേ, അതുപോലെ ഒരു സ്ട്രെസ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ഒരു പ്രത്യേക കഴിവ്, ഒരു മറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കഴിവ് കാണും. ഈ പെൻ്റലിസ്റ്റുകൾ അങ്ങനെയൊക്കെ പറയത്തില്ലേ, അങ്ങനെ. അപ്പോൾ ഈ രണ്ട് തരത്തിലും വരാം. മറിഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇവർക്ക്. അതുപോലെ ഇവരുടെ മുത്തച്ഛനൊക്കെ ആണെങ്കിൽ ബിസിനസ്സിലൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ വലിയ ജന്മിയൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. എല്ലാവരിലും അങ്ങനെ കണ്ടിട്ടില്ലേ. പിന്നെ ചിലർക്കെങ്കിലും അഭിഹിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികമുണ്ട്. തുറന്നു പറയാത്തത് കൊണ്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഇങ്ങനെ. അതുപോലെ ആണെങ്കിൽ സംസാരത്തിലെ വ്യത്യാസം കൊണ്ടൊക്കെ ഫാമിലി ലൈഫിലൊന്നും പ്രോബ്ലം വരാതൊന്ന് ശ്രദ്ധിച്ചോണം. ഒരു കാരണവശാലും മറ്റുള്ളവരെ ചതിക്കാൻ ചിന്തിക്കുക പോലും ചെയ്യരുത്. അതുപോലെ കള്ളം പറയുകയും ചെയ്യരുത്. അതൊക്കെ രാഹുവിനെ അപ്പോൾ ആക്ടിവേറ്റ് ആക്കും കൂടുതലും. അതുപോലെ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം. മറ്റുള്ളവരോട് ദയയോടുകൂടി പെരുമാറണം. നല്ല സത്യസന്ധരായിരിക്കണം. ദേഷ്യത്തെ അടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെയാണെങ്കിൽ ആരോഗ്യം ശ്രദ്ധിക്കണം. എപ്പോഴും മനസ്സ് ശാന്തമായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവർക്ക് കുടൽ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബ്രെയിൻ സംബന്ധമായ അസുഖങ്ങൾ, നെർവ് സംബന്ധമായ അസുഖങ്ങൾ, പിന്നെ സ്കിൻ പ്രോബ്ലംസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതുപോലെ ചെവി, മൂക്ക്, ഇത് സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് ആ ദശാകാലത്തും അപകാരകാലത്തും നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. ഈ രാഹു നല്ല രാഹു അല്ലെങ്കിൽ പഠിത്തത്തിൽ പിന്നോക്കം പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഉണ്ടായി മദ്യപാനത്തിനൊക്കെ അഡിക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ യോഗം നല്ലതായിട്ട് വരും. ഇതിന് മധ്യയോഗയെന്നും പറയാറുണ്ട്. കാരകത്വത്തിൻ്റെ വലിയ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോണേ. സീക്രട്ട് എനർജി, ആ സീക്രട്ട് പവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ദുർഗാദേവിയെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഗണേശ ഭഗവാനെ ആരാധിക്കുന്നതും, നമ്മൾ നാഗരാജ ക്ഷേത്രത്തിലൊക്കെ പോകുന്നില്ലേ, നാഗരാജ ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. ഗണപതി ഹോമം എന്ന് പറയുന്നത് നമ്മൾ പല പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ്. അത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇല്ലാതെയുള്ള ഈ രത്നങ്ങളുടെ റെമഡികൾ, ലാൽ കിതാബ് റെമഡികളൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അത് ഒരുപാട് പ്രോബ്ലം ഉള്ളപ്പോൾ ജ്യോതിഷന്മാരുടെ ഇൻസ്ട്രക്ഷനോടുകൂടി ചെയ്യേണ്ടതാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത്ര ഗണപതി ഭഗവാനെ ഭജിക്കുക, ഗണപതി മന്ത്രങ്ങൾ ചൊല്ലുക, ഗണപതി അമ്പലങ്ങൾ സന്ദർശിക്കുക. പിന്നെ നാഗരാജ ക്ഷേത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുള്ളതുകൊണ്ട് അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. വഴിപാടുകളൊക്കെ ചെയ്താൽ മതി. എല്ലാ ദോഷങ്ങളുണ്ടെങ്കിൽ മാറിപ്പോയിട്ട് ഗുണഫലങ്ങൾ കിട്ടും. ദശാകാലത്തും അപകാരകാലത്തും ഒക്കെയാണ് കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതായത് ബുധ ദശാപകാരം, അപകാരകാലം, രാഹു ദശാകാലം, അപകാരകാലം, ഇവിടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത്.
അത്ര വലിയ കുഴപ്പം തരുന്ന ഒരു ഗ്രഹയോഗമല്ല അത്. ഏത് ഭാവത്തിൽ നിൽക്കുന്നതനുസരിച്ച് വ്യത്യാസം വരുമേ. ഓം നമഃ ശിവായ.